നമുക്കറിയാം, ഇന്ന് ഈ ആധുനിക ലോകത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോസിപ്പുകളാണ്, അല്ലെ? ഗോസിപ്പുകൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമായിട്ട് വളർന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഗോസിപ്പുകളൊക്കെ പറയാനും ഒക്കെ വളരെ എളുപ്പമാണ്. പണ്ട് നമ്മൾ കണ്ടാലായിരുന്നു പറയുന്നത്, ഇന്ന് നമുക്ക് ഫോൺ വിളിച്ചൊക്കെ ആയാലും വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഗോസിപ്പുകൾ എന്താ പറയുന്നത്? പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഗോസിപ്പുകൾ എങ്ങനെയാ പറയുന്നത്? നമ്മുടെ നാവിൽ നിന്നാണ് പറയുന്നത്. ഈ നാവിൽ നിന്ന് നമ്മൾ ഈ ഗോസിപ്പുകളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുടെ നന്മ കാണുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാവിനെ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും, അല്ലെ? ബോഡി ചെക്കപ്പ്. അത് നമ്മുടെ നാവിനെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഒരു വചനം എടുത്തിട്ട്, വചനം 39 സങ്കീർത്തനം 1 തിരുവചനമാണ്. ഞാൻ പറഞ്ഞു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ എന്താണ്? ഈ നാവുകൊണ്ട് പാപം ചെയ്യുന്ന സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തിത്വങ്ങളായിരിക്കാം. ചില വ്യക്തികളോട് മാത്രമായിരിക്കും നമ്മൾ ഇങ്ങനത്തെ മറ്റുള്ളവരെ അയൽവക്കക്കാരുടെയൊക്കെ ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ പറയുക. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മാറ്റി നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതം വലിയ അനുഗ്രഹത്താൽ നിറയുമെന്ന് വചനം ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ നാവിനെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുന്നതിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പിന്മാറി ദൈവാനുഗ്രഹത്തിലേക്ക് നന്മ പറയുന്ന നന്മയുടെ വ്യക്തിത്വങ്ങളായിട്ട് മാറാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനമായ ഞങ്ങളുടെ നാവുകൊണ്ട് നന്മ പറയുവാൻ, ആ നന്മ പറയുന്ന മേഖലയിൽ തടസ്സം നിൽക്കുന്ന ഓരോ മേഖലയിൽ ഒഴിഞ്ഞു മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.